ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 8. സൂര്യത്തിളക്കത്തിൽ ശാസ്ത്രവും ISROയും. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പിൻബലത്തിൽ ബഹിരാകാശ ഗവേഷണ രംഗം അത്ഭുതാവഹമായ മുന്നേറ്റത്തിലാണ്. പ്രപഞ്ചത്തെ ശാസ്ത്രീയമായി അറിയുന്നതിനുള്ള വിപുലമായ ഗവേഷണങ്ങളിലാണ് മാനവരാശി. ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ബഹിരാകാശ ഏജൻസിയാണ് ISRO. ആദിത്യ L1 കഴിഞ്ഞ ദിവസം വിജയകരമായി ലക്ഷ്യത്തിലെത്തിച്ച് ISRO ചരിത്രം സൃഷ്ടിച്ചു. ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന്റെ അഭിമാനകരമായ നേട്ടം. ആദ്യ ദൗത്യത്തിൽ തന്നെ കൃത്യമായി പേടകത്തെ ലക്ഷ്യത്തിലെത്തിച്ച് ISRO അത്ഭുതമായി. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരുമടങ്ങുന്ന ISRO സമൂഹത്തെയും ദൗത്യമായി സഹകരിച്ച സ്ഥാപനങ്ങളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നാലെയുള്ള വിജയത്തിന് മധുരമേറെ. തമോഗർത്തങ്ങളെപ്പറ്റി പഠിക്കാനുള്ള എക്സ്പോസാറ്റ് വിക്ഷേപണ വിജയവും പുതുവത്സര ദിനത്തിലായിരുന്നു. സൗരയൂഥത്തിന്റെ കേന്ദ്രമായ സൂര്യനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ആദിത്യയുടെ ലക്ഷ്യം. 2008 ചന്ദ്രയാൻ 1 വിക്ഷേപണ വിജയത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ദൗത്യങ്ങളിലൊന്നാണിത്. ഏറെ നാളത്തെ ഗവേഷണങ്ങൾക്കും രൂപകൽപ്പനയ്ക്കും ഒടുവിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആദിത്യ വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹത്തെ പടിപടിയായി പദമുയർത്തി സൂര്യവഴിയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. 127 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ശനിയാഴ്ച വൈകിട്ട് 4:11 പേടകം സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ലഗ്രാഞ്ച് പോയിന്റ് 1-ലെത്തി. അതിവേഗത്തിലെത്തിയ പേടകത്തിലെ 8 ത്രസ്റ്ററുകൾ സെക്കൻഡുകളോളം ജ്വലിപ്പിച്ചാണ് ഇത് സാധ്യമാക്കിയത്. ഈ കാര്യത്തിൽ ISROയുടെ നിയന്ത്രണ ജ്വലന സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു എന്നതും സാങ്കേതിക മികവായി. ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്വാകർഷണം തുല്യമായ ലഗ്രാഞ്ച് 1 പോയിന്റിനു ചുറ്റും ത്രിമാന ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന പേടകം ഭൂമിക്കൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യും. ഈ ഹാലോ ഓർബിറ്റിൽ നിന്നുകൊണ്ട് തുടർച്ചയായി സൂര്യനെ നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും ചിത്രങ്ങൾ എടുക്കാനും അവ ഭൂമിയിലേക്ക് അയക്കാനുമാവും എന്നതും പ്രത്യേകത. സൂര്യനിലെ കാലാവസ്ഥ, പാളികൾ, സൗരക്കാറ്റുകൾ, കാന്തിക മണ്ഡലം, സൗരജ്വാലകൾ, സൗരചക്രം തുടങ്ങി നിരവധി കാര്യങ്ങളുടെ വിവരശേഖരണമാണ് ആദിത്യ നിർവഹിക്കുക. തദ്ദേശീയമായി വികസിപ്പിച്ച 7 പരീക്ഷണ ഉപകരണങ്ങളാണുള്ളത്. ഭാവി ഗ്രഹാന്തര യാത്രകൾക്കായുള്ള സാങ്കേതിക വിദ്യാ പരീക്ഷണം കൂടിയാണിത്. വിക്ഷേപണം, നിയന്ത്രണം, ആശയവിനിമയം, വിവരശേഖരണം, പ്രതികൂലമായ സാഹചര്യങ്ങളിലെ അതിജീവനം തുടങ്ങി ഒട്ടനവധി സാങ്കേതിക കാര്യങ്ങൾ സൂക്ഷ്മതലത്തിലും പ്രായോഗിക തലത്തിലും അറിയാൻ കഴിയും. ഇതിനായി വികസിപ്പിച്ച സോഫ്റ്റ്വെയറുകളുടെയും ഹാർഡ്വെയറുകളുടെയും ക്ഷമതയും അറിയാനാവും. ഭാവിയിലെ മനുഷ്യദൗത്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഇത് അനിവാര്യവുമാണ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനുള്ള ഗഗൻയാൻ പദ്ധതി അണിയറയിൽ ഒരുങ്ങുമ്പോൾ പ്രത്യേകിച്ചും. തുമ്പയിൽ നിന്ന് ആദ്യ റോക്കറ്റ് കുതിച്ചതിന്റെ 60 ആണ്ട് പിന്നിടുമ്പോൾ ISRO ബഹിരാകാശ ഗവേഷണ രംഗത്ത് തനതായ പാതയിലാണ്. ചിലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ, വിക്ഷേപണ വാഹനങ്ങളുടെ വൈവിധ്യം തുടങ്ങിയവയിൽ പ്രത്യേകിച്ചും. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതും ശേഷി കൂടിയ സിലിക്കൺ അയോൺ സെല്ലുകളുടെ പരീക്ഷണവുമെല്ലാം വലിയ നേട്ടമാണ്. ആദിത്യ വിക്ഷേപണത്തിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും എടുത്തു പറയണം. കെൽട്രോൺ, SIFL, TCC, കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ ദൗത്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 38 ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളാണ് കെൽട്രോൺ നൽകിയത്. ആദിത്യ L1 ദൗത്യ വിജയം മാനവരാശിക്ക് നൽകാനിരിക്കുന്ന സംഭാവനകൾ എണ്ണമറ്റതായിരിക്കും. ഒപ്പം സമൂഹത്തിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിലും വലിയ പങ്കുവഹിക്കും.